ഹായ്, ഇന്ന് നമ്മുടെ ലാപ്ടോപ്പ് ചിപ്പിലോ സർവീസിലെ ഒരു ഡെൽ വോസ്ട്രോ മദർ ബോർഡാണ്. ഡെൽ വോസ്ട്രോ 5470 എന്നുള്ള മദർ ബോർഡ് വന്നത് ഡെഡായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ കണ്ടതിന് ശേഷം പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽ വോസ്ട്രോ 5470 മദർ ബോർഡ്. സിസ്റ്റം ഓൺ ആവുന്നില്ല. സിസ്റ്റം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മദർ ബോർഡ് കിട്ടിയ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ശരിക്കും നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് നോക്കി നോക്കാം, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇതതിൻ്റെ IT ആണ്. ഓക്കെ, IO കൺട്രോൾഡ് IT 8528 എന്നുള്ള. തൊട്ടപ്പുറത്ത് കണ്ടില്ലേ ഒരു ചിപ്പ്, ഈ ഒരു ചിപ്പ് ബയോസ് IC ആണ്. എൻ്റെ കൂടെ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. മുമ്പ് ഞാനൊരു ഐസറിൻ്റെ മദർ ബോർഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതേപോലെ 2 വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിലാക്കണ്ടാവും ഞാൻ പറയുന്നു. ഇതേപോലെ തന്നെ ബയോസ് IC ഈ IO കൺട്രോളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സാധാരണ കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനുണ്ടാവും എല്ലാ വീഡിയോയിലും. അപ്പോൾ ഈ വീഡിയോ മനസ്സിലാക്കുക. ഇതാണ് ബയോസ് IC, ഇത് നമ്മൾ IO കൺട്രോളറാണ്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ബയോസ് IC ഉണ്ടാകുന്നത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടില്ലേ 2 മോസ്ഫെറ്റും ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും. സെയിം തൊട്ടപ്പുറത്ത് വേറെയുണ്ട് 2 ചെറിയ മോസ്ഫെറ്റും ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും. അപ്പോൾ ഇതാണ് നമ്മുടെ 3 വോൾട്ട് 5 വോൾട്ട്. ഞാൻ 3 വോൾട്ട് 5 വോൾട്ട് എന്നല്ല, ആ 3 വോൾട്ട് 5 വോൾട്ട് വരുന്ന എല്ലാ പവറും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 വോൾട്ട് 5 വോൾട്ടിൻ്റെ. അത് നമ്മൾ നിർത്തി വെച്ചിരിക്കുക തൽക്കാലം. ഇപ്പോൾ നമ്മൾ ഈ സർവീസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് നിന്ന് പോയതാണ്, നിർത്തി വെച്ചാൽ നിന്ന് പോയതാണ്. അപ്പോൾ അത് വീണ്ടും തുടരും. അപ്പോൾ അതേപോലെ മനസ്സിലാക്കുക. വയർലെസ് കാർഡ്, ബാറ്ററി കണ്ടർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ LCD കണ്ടർ. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം. 2 മോസ്ഫെറ്റ് ഇവിടെ കണ്ടില്ലേ, 2 മോസ്ഫെറ്റ്, അതിന് തൊട്ടടുത്ത് ഒരു ഇൻഡക്ടർ ഒരു കപ്പാസിറ്റർ. ഇവിടെ ആണെങ്കിൽ ഏകദേശം 2 മോസ്ഫെറ്റ് കാണാനില്ല, എന്നാൽ ഇവിടെ ഒരു ഇൻഡക്ടറും ഒരു ICയും ഒരു കപ്പാസിറ്ററും കാണുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒക്കെ സെയിം ആയിട്ട് തോന്നാം. ഓക്കെ, ഏകദേശം ഒക്കെ സെയിം ആണ്. അപ്പോൾ നമുക്കിതിൽ 19 വോൾട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന സിസ്റ്റം വർക്ക് ചെയ്യാത്തതുകൊണ്ട് 19 വോൾട്ടാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ബാറ്ററി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാറ്ററി, ഇതാണ് ബാറ്ററി കേട്ടോ, ഇൻറ്റേർണൽ ബാറ്ററിയാണ്. ആ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാം. ഇൻറ്റേർണൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ബാറ്ററി ഇപ്പോൾ തൽക്കാലം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഓൺ ആകുന്നുണ്ടോയെന്ന്. ഒരു പക്ഷേ വല്ലതും റീസെറ്റ് ആയി കഴിഞ്ഞാൽ ഓണായാലോ, അങ്ങനെ ഓണാവുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ മുമ്പ്. അപ്പോൾ നമുക്ക് തൽക്കാലം അങ്ങനെ ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ പവർ കണക്ടർ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പവർ ബട്ടൺ. ഓക്കെ, പ്രസ് ചെയ്തു, ഓൺ ആവുന്നില്ല. ഇവിടെ ലൈറ്റ് ഉണ്ട്, വീണ്ടും പ്രസ് ചെയ്ത് നോക്കുകയാണ്, ഓൺ ആവുന്നില്ല. കണ്ടില്ല, ഒരു മാറ്റവും ഇല്ല. ഇനി വേണം തന്നെ ഫാൻ ചെക്ക് ചെയ്ത് നോക്കാം, ഫാനിലൊന്നും വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തുകൊണ്ട് സിസ്റ്റം ഓൺ ആയിട്ടില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമതൊരു കാര്യം പറഞ്ഞിരുന്നു, CMOS ബാറ്ററി. ഓക്കെ, അപ്പോൾ CMOS ബാറ്ററി റിമൂവ് ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മൾ പവർ റിമൂവ് ചെയ്യണം. ഓക്കെ, എന്നാലേ CMOS ബാറ്ററി റിമൂവിൻ്റെ ഒരു ഉപകാരം കിട്ടുള്ളൂ. അപ്പോൾ പവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം നമ്മൾ CMOS ബാറ്ററി റിമൂവ് ചെയ്യാൻ പോകണം. CMOS ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ നമുക്ക് പവർ കൊടുത്തിട്ട് പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തു, ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ തന്നെ ഓൺ ആകേണ്ടതാണ്. പിന്നെ നമുക്ക് പവർ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്, പവർ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, ഓൺ ആവുന്നില്ല, ഫാനോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ബാറ്ററി റിമൂവ് ചെയ്ത് നോക്കി, CMOS ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്ത് നോക്കി, എന്നിട്ടും സിസ്റ്റം ഓൺ ആവുന്നില്ല. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ലാപ്ടോപ്പിൽ ഡെൽ വോസ്ട്രോ 5470 അതേപോലെ ഡെൽ വോസ്ട്രോ 5480 എന്നൊക്കെ പറയുന്ന ഡെല്ലിൻ്റെ മോഡലിൽ ഈ പവർ ബട്ടൺ കണ്ടില്ലേ,
ഈ പവർ ബട്ടൺ വരുന്നത് വിത്ത് കീബോർഡാണ്. ഓക്കെ, ഈ കീബോർഡിൻ്റെ കൂടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ആ കീബോർഡ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ്. ആ കീബോർഡ് ഉണ്ടല്ലേ, ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് ഇതാണ്. വിത്ത് കീബോർഡാണ് ഈ പവർ ബട്ടൺ വരുന്നത്. പെട്ടെന്ന് ഡാമേജ് ആയി പോകാറുള്ള ഒരു കീബോർഡാണിത്. കീബോർഡിന് എല്ലാ പ്രശ്നം വരില്ല, കൂടുതലും ഈ ഒരു ബട്ടനാണ് പ്രശ്നം വരില്ല. ഓക്കെ, ഈ ബട്ടൻ്റെ ട്രാക്ക് കട്ടായി പോകാറുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെയിൽ കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് ഈ കീബോർഡൊക്കെ എത്ര അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ഈ കീബോർഡ് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അങ്ങനെ നിങ്ങൾ കരുത്തൊന്നും വേണ്ട, എല്ലാ കീബോർഡും നമ്മളെ കയ്യിൽ തന്നെ വേണം, എല്ലാ ബാറ്ററിയും കയ്യിൽ തന്നെ വേണമെന്നില്ല. നമ്മൾ സർവീസിൻ്റെ കൂടെ സെയിൽ കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കമ്പോണൻസൊക്കെ ഈ ഇതേപോലുള്ള സ്പെയറൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കീബോർഡ് ഒന്ന് മാറി നോക്കാം. ഓക്കെ, തൽക്കാലം ഇപ്പോൾ നമുക്ക് ഈ ബാറ്ററി റിമൂവ് ചെയ്യാം. കീബോർഡിൻ്റെ കണ്ടറാണിത്. ട്രൈപോഡ് ഉപയോഗിക്കാതിരിക്കുക മാക്സിമം. ബോർഡ് സർവീസ് ചെയ്യുന്ന സമയത്ത് ട്രൈപോഡ് ഉപയോഗിക്കാം. ഇപ്പോൾ കീബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കീബോർഡ് കണക്ട് ചെയ്ത് നമ്മൾ പവർ കൊടുക്കുന്നു. പവർ കൊടുത്തിട്ടുണ്ട്. കീബോർഡിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, പവർ ബട്ടണാണിത്. ഇവിടെ ലൈറ്റ് ഉണ്ട്. കീബോർഡ് ഓണായി, സിസ്റ്റം ഓണായി. ഓക്കെ, ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് നോക്കാം. ഓഫായി പോയിട്ടുണ്ട്. ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. സിസ്റ്റം ഓൺ ആവുന്നുണ്ട്. കീബോർഡ് റീപ്ലേസ് ചെയ്തോട്ട് കൂടി ഓഫായി പോയി. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്തായാലും കീബോർഡ് കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് സിസ്റ്റം ഓൺ ആകാത്തത്. ഇപ്പോൾ കീബോർഡ് കംപ്ലൈൻറ്റ്, കീബോർഡ് നമ്മൾ റീപ്ലേസ് ചെയ്ത് നോക്കിയപ്പോൾ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഒന്നും കൂടി ചെക്ക് ചെയ്യാം. സിസ്റ്റം ഓണായി, പക്ഷേ ഡിസ്പ്ലേ ഇല്ല. ഡിസ്പ്ലേ ഇല്ല എന്നല്ല, സിസ്റ്റം ഓഫായി പോകണം. അപ്പോൾ ആദ്യത്തെ കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടി, കീബോർഡ് കംപ്ലൈൻ്റ് ആണ്. ഇതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ കൂടെയാണ് കേട്ടോ. ഈ ഒരു ലാപ്ടോപ്പിന് ഡെൽ വോസ്ട്രോ 5470, ഡെൽ വോസ്ട്രോ 5480, ഈ രണ്ട് മോഡലിൽ മാത്രമാണ് കാര്യമായിട്ട് ഇങ്ങനെ ഒരു കീബോർഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി മദർ ബോർഡിലേക്ക് കിടക്കണം. നമ്മുടെ പരിപാടി ഇനി മദർ ബോർഡിലാണ്. കീബോർഡ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മദർ ബോർഡിലേക്ക് കിടക്കണം. ഓക്കെ, അപ്പോൾ പവറൊക്കെ റിമൂവ് ചെയ്യാം. പവർ റിമൂവ് ചെയ്തു. നമ്മൾ ഇപ്പം ഉപയോഗിച്ച പുതിയ കീബോർഡ് റിമൂവ് ചെയ്തു. ഇനി നമ്മൾ ബോർഡ് പുറത്ത് വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബോർഡ് നമുക്ക് റിമൂവ് ചെയ്യാം മദർ ലാപ്ടോപ്പിൽ നിന്ന്. നമുക്ക് ഈ ബോർഡിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് ഏതായാലും ഈ ബോർഡിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു കളർ വ്യത്യാസം കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത്. എന്താ ഏകദേശം വെള്ളം പോയിട്ട് ക്ലീൻ ചെയ്ത പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം. ഓക്കെ, എന്നാൽ മദർ ബോർഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കാണാനില്ല. എവിടെയെങ്കിലും വെള്ളം പോയതായിട്ടുള്ള ഒരു പ്രൂഫ് ഒന്നും കാണാനില്ല. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പറയാം ഇവിടെ മദർ ബോർഡിൽ വെള്ളം പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ ശരിക്കും നോക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ആരെങ്കിലും ഓൾറെഡി ക്ലീൻ ചെയ്ത് പോയതായിരിക്കാം. നിങ്ങളൊന്ന് ശരിക്കും നോക്കുക. എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിലോ. ഇവിടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ ശരിക്കും ഒന്ന് നോക്കുക. ഞാൻ സൂം ചെയ്യുന്നില്ല, സൂം ചെയ്യാത്തന്നെ കാണുമായിരിക്കാം.
ഈ ഒരു ഭാഗത്ത് ഈ ഒരു റെസിസ്റ്റർ ഉണ്ടല്ലേ, ചെറിയൊരു വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഒന്നും കൂടി ശരിക്ക്. അറിയില്ല നിങ്ങൾക്ക് ഇത്രമാത്രം കാണുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഈ ഒരു കപ്പാസിറ്റർ കണ്ടല്ലോ, ഈ കപ്പാസിറ്ററിൻ്റെ ഈ ഒരു സൈഡ് കണ്ടില്ലേ? ഇത് കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവണം വാട്ടർ ഡാമേജ് ആണെന്നുള്ളത്. ഓക്കെ, ഈ ഒരു കളർ കണ്ടല്ലോ, സിൽവർ കളർ കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും ഈ ഒരു കളർ കണ്ടല്ലോ, ഇത് ശരിക്കും വെള്ളം പോയതാണ്. ശരിക്കും അവിടെ വെള്ളം നിന്നതുകൊണ്ടാണ് ആ ഒരു കളർ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ വെള്ളം പോയിട്ടുണ്ട് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു റെസിസ്റ്റർ ഉണ്ടല്ലേ, ഇവിടുന്ന് നോക്കിയാൽ തന്നെ ശരിക്കും ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരിയാട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ കൂടെ എനിക്ക് നന്നാക്കി വീഡിയോ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ ആ ഒരു ഭാഗം, ആ ഒരു റെസിസ്റ്റർ, ഈ ഒരു റെസിസ്റ്റർ ഡാമേജ് ആയിട്ടുണ്ടെന്നുള്ളത് ഇത്ര എന്നെക്കൊണ്ട് സാധിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ആ ഒരു എനിക്ക് ട്യൂസർ പിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കയ്യിൽ മൊബൈൽ, ഒരു കയ്യിൽ മദർ ബോർഡാണ്. അപ്പോൾ ഇനി ട്യൂസർ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ആ ഒരു റെസിസ്റ്റർ ഡാമേജ് ആയിട്ട്, അതായത് PR66 എന്നാണ് എനിക്ക് തോന്നുന്നത് ആ റെസിസ്റ്ററിൻ്റെ ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു റെസിസ്റ്റർ അവിടെ വാട്ടർ ഡാമേജ് ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ആ റെസിസ്റ്റർ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ IC. ഓക്കെ, ICയുടെ തൊട്ടടുത്തുള്ള റെസിസ്റ്ററാണിത്. ഇത് ഡാമേജ് ആണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ വെള്ളം പോയതായിട്ടുള്ളൊരു പാടുണ്ട്, ഒരുപക്ഷെ ഡാമേജ് ആയിരിക്കാം എന്നാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇതാണ് ആ റെസിസ്റ്റർ. ഓക്കെ, കാണുന്നുണ്ടോ അറിയില്ല. ഈ റെസിസ്റ്ററിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് എത്രമാത്രം കാണുന്നുണ്ട് എനിക്കറിയില്ല, ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഒരു ട്രാക്ക്, അതിൻ്റെ ആ ഒരു പാഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ബോർഡിൽ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് ഇതാണ് ഈ റെസിസ്റ്ററിൻ്റെ, രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്. ഇവിടെ ഈ ഒരു റെസിസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു പാഡ് നഷ്ടപ്പെട്ടു നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ട്രാക്കും കട്ടായിട്ടുണ്ട്, ഉറപ്പാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ട്രാക്ക് ട്യൂസർ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. ഇപ്പോൾ ഏകദേശം അവിടെ സോൾഡറൊക്കെ കാണുന്നുണ്ട്. ട്രാക്ക് കട്ടായി പോയിട്ടില്ല എന്ന് കരുതാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ ആദ്യം പഠിക്കുന്നവർ ചെയ്യരുത്. ഓക്കെ, കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പവർ കൊടുക്കാൻ പോവാണ്. ഓക്കെ, പവർ കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ വോൾട്ടേജ് റേഞ്ചിൽ ഇട്ടിട്ട് ഒരു പ്രോബ് ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ,
ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ആ പോയിന്റ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 19 വോൾട്ടാണ്. പോയിന്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. നമുക്ക് മൾട്ടിമീറ്റർ കാണാൻ വേണ്ടിയിട്ടാണ്. 19 വോൾട്ടാണ്. ഓക്കെ, ആ ഒരു പോയിൻ്റാണിത്. റെസിസ്റ്ററിൻ്റെ ആ ഒരു പോയിൻ്റാണ് 19 വോൾട്ടാണ്. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്ത് ഇങ്ങനെ ഒരിക്കലും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചെക്ക് ചെയ്യാതിരിക്കുക മാക്സിമം. ഓക്കെ, പ്രത്യേകിച്ച് പഠിച്ചു വരുന്നവർ. ഇപ്പോൾ ഞാനത് ചെക്ക് ചെയ്യാൻ കാരണം ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി. അതായത് 19 വോൾട്ടിൽ വരുന്ന കമ്പോണൻസ് ആണ് പെട്ടെന്ന് വാട്ടർ ഡാമേജ് വന്നാലൊക്കെ കംപ്ലൈൻ്റ് ആയി പോകല്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഏതൊരു ഭാഗത്താണെങ്കിലും 19 വോൾട്ട് വരുന്ന, നമ്മുടെ 19 വോൾട്ട് ഡയറക്റ്റ് വരുന്ന ഭാഗങ്ങളിലുള്ള റെസിസ്റ്റർ ആയിരിക്കും മിക്കവാറും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവുക. എന്നാൽ ഈ ഭാഗത്തുള്ള മറ്റുള്ള റെസിസ്റ്റർ ഒന്നും ഡാമേജ് ആയി പോകാറില്ല എന്നല്ല, അതും ഇതുപോലെ പോകാറുണ്ട്. എന്നാൽ പോലും ഏറ്റവും പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നത് ഈ ഒരു ഭാഗത്തുള്ള റെസിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ഈ വോൾട്ടേജ് ചെക്ക് ചെയ്തത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക്. ഈ ഒരു റെസിസ്റ്റർ ഡാമേജ് ആണ്. ഇതിൻ്റെ പാഡ് ഡാമേജ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ്. ചെറുതാണ് കമ്പോണൻസ്, അതുകൊണ്ട് ഒരു പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഇനി ഞാൻ കുറേ ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഒന്ന് സൂം ചെയ്ത് നോക്കാം എന്നാലെങ്കിലും. ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഇതിൻ്റെ ഒരു പാഡ് ഡാമേജ് ആയിട്ടുണ്ട്. ഇവിടെ ട്രാക്ക് നമ്മൾ കട്ടായി പോയില്ല. ട്രാക്ക് ക്ലീൻ ചെയ്തപ്പോൾ ഓക്കെയാണ്, ക്ലിയർ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു റെസിസ്റ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതേപോലത്തെ സെയിം മദർ ബോർഡ് വേണം, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിമാറ്റിക് വേണം. ഓക്കെ, ഇത്രയും നേരം നമ്മൾ സ്കിമാറ്റിക് ഉപയോഗിക്കാതെ ചെയ്ത് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാരണം സ്കിമാറ്റിക് ഇല്ലാതെ വേണം നമ്മളിതൊക്കെ പഠിക്കാൻ. എല്ലാ മദർ ബോർഡിനും സ്കിമാറ്റിക് അവൈലബിൾ ആകണമെന്നില്ല. ഓക്കെ, അതേപോലെ ഡാറ്റ ഷീറ്റ് ഒന്നും എല്ലാത്തിനും അവൈലബിൾ ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഏതായാലും സ്കിമാറ്റിക് ചെക്ക് ചെയ്യാൻ പോവാണ്. സ്കിമാറ്റിക് ഇല്ലാതെ തന്നെ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് സാധിക്കും, ഒരിക്കലും പെട്ടെന്ന് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഏതായാലും സ്കിമാറ്റിക് ചെക്ക് ചെയ്തിട്ട് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയെന്ന് ചെക്ക് ചെയ്യാം. ഈ റെസിസ്റ്ററിൻ്റെ പാർട്ട് നമ്പർ കൊടുത്തിട്ടുള്ളത് PR80 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കൺട്രോൾ സെർച്ച് ചെയ്യാം. PR80 വന്നിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്യാം. $619K ആണ് ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഈ ഒരു PU5 എന്നുള്ള IC ആണ്. ഓക്കെ, നമ്മുടെ മദർ ബോർഡിൽ അതിൻ്റെ പിൻ നമ്പർ 12 ഈ ഒരു റെസിസ്റ്റർ വരുന്നത്. 619K ആണ് ഇതിൻ്റെ വാല്യൂ. PR80 Vin കണ്ടില്ലേ? Vin, നമ്മുടെ Vin, അതായത് നമ്മുടെ 19 വോൾട്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഓരോ ഭാഗം Vin 19 വോൾട്ട്. Vin ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല പേരിലും പറയും. Vin 19 വോൾട്ട്, നമ്മുടെ 19 വോൾട്ടാണിത്. ഓക്കെ, ഈ 19 വോൾട്ടിൽ നിന്നാണ് ഈ ഒരു റെസിസ്റ്റർ വരുന്നത്. പിൻ നമ്പർ 12 619K ആണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു F ഉണ്ട്, അതൊക്കെ പിന്നീട് പറയാം. തൽക്കാലം 619Kയുടെ ഒരു വാല്യൂ ഉള്ള ഒരു റെസിസ്റ്ററാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അത് റീപ്ലേസ് ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ ഇനി ബാക്കി പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു റെസിസ്റ്റർ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം.
ഏതായാലും ഞാൻ ആ റെസിസ്റ്റർ അത് പോയി. കണ്ടല്ലോ, ചെറിയൊരു മിസ്റ്റേക്ക്. ഞാനൊന്ന് ട്യൂസറിൽ പിടിക്കാതെ ഒന്ന് ഓട്ടയർ എടുത്താണ്, അത് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ആ റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ തൽക്കാലം ആ റെസിസ്റ്റർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. കണ്ടല്ലോ, ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് പോയത്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം ആ ഭാഗം. കണ്ടില്ലേ, ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് പോയത്. മുമ്പ് ലൈറ്റ് ഒന്നും ബ്ലിങ്ക് ചെയ്തിരുന്നില്ല, ഒന്നും പവറൊന്നും കാണിച്ചിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. എന്നതുകൊണ്ട് സിസ്റ്റം വർക്കിംഗ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. തൽക്കാലം നമുക്ക് ഒന്ന് ബോർഡിൽ കണക്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താണ് പാടെന്ന് നോക്കാം. ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ഓൺ ആയിട്ടൊന്നുമില്ല. നമുക്ക് പുതിയ കീബോർഡ് കണക്ട് ചെയ്ത് നോക്കാം. സ്റ്റോൺ ആയിട്ടുണ്ട്. പവർ ലൈറ്റ് കാണാമായിരിക്കും. ഇല്ല, പവർ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. മുമ്പ് ഓഫായി പോയിരുന്നു, ഇപ്പോൾ ഓഫായി പോകണില്ല. ഇത്രയും നേരം നിന്നിട്ടും ഓഫായിട്ടില്ല. ഒന്നുകൂടെ വേണേൽ കാണിക്കാം. ഇപ്പോൾ അഡാപ്റ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ആയിട്ടുണ്ട്. സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചിപ്പ് ലെവൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതലായിട്ടും ചെക്ക് ചെയ്യാൻ നിൽക്കാറില്ല. നമ്മളെ കയ്യിൽ വരുന്ന സിസ്റ്റം ഡെഡ് ആണോ, സിസ്റ്റം ഓണായി ഡിസ്പ്ലേ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിസ്റ്റം കംപ്ലീറ്റ് വർക്കിംഗ് ആണോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഡിസ്പ്ലേ വരുന്നതോട് കൂടി നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. പക്ഷേ ഡെല്ല് നേരി കാണിക്കുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും, കാണുന്നുണ്ടായിരിക്കും അല്ലേ. എന്തായാലും റിയൽ ടൈം ക്ലോക്ക് എറർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു. ഡെൽ വോസ്ട്രോ 5470 മദർ ബോർഡ് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ വാട്ടർ ഡാമേജ് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഓൾറെഡി ക്ലീൻ ചെയ്ത് പോയ സിസ്റ്റമാണ്. നമ്മൾ ആ സൈഡൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വാട്ടർ ഡാമേജ് ആണ്. ഇതിൽ വേറൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ലാപ്ടോപ്പ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കില്ല കംപ്ലയിൻറ്റ് വരില്ല. ഇപ്പോൾ ഇതിൽ കീബോർഡും കംപ്ലയിൻ്റ് ആയിരുന്നു, മദർ ബോർഡും കംപ്ലയിൻ്റ് ആയിരുന്നു. ഈ ഒരു മോഡൽ സ്ഥിരമായിട്ട് വരുന്ന കംപ്ലയിൻ്റ് ആണ് കീബോർഡ്. നമ്മൾ കീബോർഡ് റിപ്ലേസ് ചെയ്ത് നോക്കി, സിസ്റ്റം ഓണായി കിട്ടി.
എന്നാൽ സിസ്റ്റം ഓഫായി പോകായിരുന്നു, ഡിസ്പ്ലേ ഇല്ലായിരുന്നു. ശരിക്ക് ആ ഒരു ഭാഗത്തിനെ പറ്റി കൂടുതൽ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് സിസ്റ്റം ഓഫായി പോയത്? നമ്മളിപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത് സിസ്റ്റം റെഡിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഓഫായി പോയത്, എങ്ങനെ അത് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതുണ്ടായിരുന്നു. തൽക്കാലം ഇപ്പോൾ അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. റെഡിയാക്കിയിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വീഡിയോ. ഇതെങ്ങനെയാണ് കണ്ടെത്തുക, ഇവിടെ ഈ റെസിസ്റ്റർ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വാട്ടർ ഡാമേജ് അല്ലാത്ത രീതിയിൽ ആ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ലല്ലോ. ഡാമേജ് ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൻ്റെ ആ ഒരു പാഡൊക്കെ പൊട്ടിപ്പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് കണ്ടെത്തുക, എങ്ങനെ ഇത് ചെക്ക് ചെയ്യുക? അപ്പോൾ ആ കാര്യം നമ്മൾ ഇതിവിടെ തൽക്കാലം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ആ റെസിസ്റ്റർ റീപ്ലേസ് ചെയ്ത് സിസ്റ്റം ഓക്കെ ആയി, വർക്കിംഗ് ആയി, പെർഫെക്റ്റ് ആയി. അപ്പോൾ ഇത് നമ്മുടെ വർക്കിംഗ് എക്സ്പീരിയൻസുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്, എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നീട് ഓരോ വീഡിയോ ഓരോന്നായി ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.